നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. 3 പെൺകുട്ടികളും ഒരു പയ്യനും. അതായത് 3 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ. ആ പയ്യന് +1 പഠിക്കുന്ന ചെറുക്കന്. ഇങ്ങനെ ഇവര് 4 പേരെയും ഒരു മോശമായ രീതിയിൽ നാട്ടുകാർ കാണാൻ സാധ്യത ഉണ്ടായി. അത് ഒരു കായലിന്റെ കൊച്ചിയിലെ ഒരു കായലിന്റെ അടുത്ത് വെച്ചാണ് ഇവരെ കണ്ടത്. അപ്പോൾ നാട്ടുകാരെന്ത് ചെയ്തു? അവര് പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് വന്ന് കുട്ടികൾക്ക് താക്കീത് കൊടുത്തു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് പരീക്ഷയല്ലേ, നിങ്ങൾ സ്കൂളിൽ പോവുക, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കുക, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ എന്നും പറഞ്ഞ് ഈ പെൺകുട്ടികളെ പോലീസ് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഈ പയ്യനെ ഇവര് അടുത്തേക്ക് വിളിപ്പിച്ചു. ഈ പയ്യന്റെ കയ്യിലിരുന്ന ബാഗ്, സ്കൂൾ ബാഗ് അവന്റെ കയ്യിലിരിക്കുന്നത്, ആ ബാഗ് പരിശോധിച്ചപ്പോൾ ആളുകൾ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു 16 വയസ്സുകാരൻ പയ്യന്റെ ബാഗിൽ നിന്ന് കിട്ടിയത് നോട്ട്ബുക്കോ പെൻസിലോ പേനായോ ഒന്നുമല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമായിട്ടുള്ള സംഭവങ്ങളാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, അതിൻ്റെ അകത്ത് 1 വർഷം ഒരു മനുഷ്യനെ ഉപയോഗിക്കാവുന്ന കോണ്ടം പാക്കറ്റുകൾ, പല കമ്പനികളുടെ കോണ്ടം പാക്കറ്റുകളും അതുപോലെ തന്നെ മയക്കുമരുന്നുമാണ് ഈ പയ്യന്റെ കയ്യിൽ. 16 വയസ്സ്, വെറും 16 വയസ്സ് മാത്രമുള്ള 10-25 വയസ്സുള്ള ഒരു പയ്യനല്ല, 16 വയസ്സുള്ള ഒരു പയ്യന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ് ഈ കോണ്ടം പാക്കറ്റുകളും മയക്കുമരുന്നും. ഇവൻ ഇത്രയധികം കോണ്ടം പാക്കറ്റുകൾ എന്തിനാണ് ബാഗിൽ സൂക്ഷിച്ചേക്കുന്നത് എന്നുള്ള കാര്യം ഒരു വ്യക്തതയും മനസ്സിലാവുന്നില്ല. 3 പെൺകുട്ടികളാണ്. അത് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, അതിൽ കൂടുതൽ. അപ്പോൾ ഇവന് എന്തൊക്കെയോ കേസുകെട്ടുകൾ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ശരിക്കും അന്വേഷിക്കണം. ഈ പിള്ളേരെ, ചെറിയ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ലഹരി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഈ സ്കൂൾ വിദ്യാർത്ഥികളെയാണ് മെയിനായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം ഇതുങ്ങൾക്ക് പക്വതയില്ല, എന്താണെന്നറിയത്തില്ല. ഇപ്പോഴത്തെ ആ പ്രായത്തിന്റെ ഇതിൽ ഇവരുടെ ആ സ്വഭാവത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടം, ഇപ്പൊ എന്താ ശരിയെന്നോ തെറ്റെന്നോ അറിയത്തില്ല. ഇപ്പൊ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുവാണെങ്കിലും ആ പിള്ളേർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയല്ല. കാരണം അതിനുള്ള വെളിവില്ല ഇപ്പൊ ആ പ്രായത്തിൽ. അത് അവരുടെ കുറ്റമല്ല, എല്ലാവരും ആ ഒരു വഴിയിൽ കൂടെ തന്നെയാണ് കടന്നു പോയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള മാഫിയകളെ ശരിക്കും കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ അധികാരികൾ നടത്തുക തന്നെ ചെയ്യണം. കാരണം ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഒരുപാട് ലഹരിയുടെ ഇത് ഉള്ളതായിട്ടാണ് കേൾക്കുന്നത്. ഈ കുട്ടികളെ ഇങ്ങനെ അതിന് അഡിക്റ്റ് ആക്കിയിട്ട് അവർ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ്. ഇപ്പം ദിവസവും നടക്കുന്ന അക്രമങ്ങളുടെ പിന്നിലെല്ലാം പരിശോധിച്ചാൽ ലഹരിയുടെ ഉപയോഗമാണ്. ഇപ്പോൾ ലഹരി ഒരുപാട് ഇങ്ങനെ സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ കിട്ടുകയാണ്. നേരത്തെയൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന വാർത്തകൾ ഇപ്പം എന്നും സ്ഥിരമായിട്ട് ഈ 2025 ജനുവരി തുടങ്ങിയപ്പോൾ മുതൽ എന്നും തന്നെ കേൾക്കുന്നതാണ്. അവിടെ കൊന്നു, ഇവിടെ കൊന്നു, അമ്മേനെ കൊന്നു, അച്ഛനെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ചെറുപ്പക്കാരാണ്. ഇത് 30-35 വയസ്സുള്ള യുവാക്കളല്ല. ഇത് 10, 15, 20 വയസ്സും ഒക്കെ ഉള്ള പ്രായമുള്ള ചെറുപ്പക്കാരാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ പിന്നെ മുഴുവനും ലഹരിയാണ്. അപ്പൊ ഈ പിള്ളേരെന്ത് ചെയ്തു? ഈ പെൺപിള്ളേര് പറഞ്ഞു, എന്തായാലും ഇങ്ങനെ അറിഞ്ഞു, ആളുകളെല്ലാം ഇത് അറിയുകയും പോലീസും അറിയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അറിയും, അതുകൊണ്ട് നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പ്ലാൻ ഇട്ടിട്ട് ഇവര് കായലിലേക്ക്, അതിൽ ഒരു പെൺകുട്ടി ചാടിയില്ല, 2 പെൺകുട്ടികൾ കായലിലേക്ക് എടുത്ത് ചാടിയപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന ചാടാതിരുന്ന ആ പെൺകുട്ടി നിലവിളിച്ചപ്പോഴത്തേക്കിന് ആളുകളെല്ലാം ഓടിക്കൂടി ഈ 2 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി. അങ്ങനെ അവര് അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്തു. പക്ഷെ ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞു. അന്നേരം പോലീസിനെ പേടിച്ച്, വീട്ടുകാരെ പേടിച്ചിട്ട്, വീട്ടുകാരറിയുമല്ലോ, നാണക്കേടാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടുള്ള പേടി കൊണ്ടാണ് ഇവർ ചെയ്തത്. പക്ഷെ ഇപ്പം എല്ലാവരും, ലോകം മുഴുവനും, മീഡിയാസിലും എല്ലാം ഈ വാർത്ത വന്നിരിക്കുന്നു. ചില വീഡിയോകളിലും ചില ചാനലുകളിൽ അവരുടെ ഫോട്ടോ സഹിതം പെൺകുട്ടികളുടെ ക്ലിയർ ആയിട്ടുള്ള ഇതിൽ ആണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നാളെ മുതൽ ആ രക്ഷകർത്താക്കളുടെ അവസ്ഥ എന്താണ്? അവർ തല മൂടി ഇട്ടുകൊണ്ട് വന്ന് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഗതികേടായിരിക്കും അന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രക്ഷകർത്താക്കളെ അറിയിച്ചു കാണുമല്ലോ പോലീസ്. അപ്പോൾ അവരെ വന്ന് കൂട്ടിക്കൊണ്ട് പോയപ്പോഴത്തെ
അവരുടെ മാനസിക വിഷമം എന്താണ്, ഈ കുട്ടികൾ എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല. തങ്ങളെ ഇത്രയും നല്ല രീതിയിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് രക്ഷകർത്താക്കൾ നല്ല രീതിയിൽ ഈ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് ഞങ്ങൾക്ക് വരുന്ന കഷ്ടപ്പാടുകളൊന്നും ഇതുങ്ങൾ അനുഭവിക്കരുത്, ഇവർക്ക് എങ്ങനെയും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതിനു വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാട് സഹിച്ചാണേലും അവർ വിദ്യാഭ്യാസം കൊടുത്ത് ഈ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് പറഞ്ഞേക്കുവാണ്. പക്ഷെ ഇവർ സ്കൂളിലൊന്നും പോകാതെ ഇങ്ങനെ ഉള്ള പരിപാടികളുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അവർ എന്തുമാത്രം രക്ഷകർത്താക്കൾ വിഷമം അനുഭവിക്കുന്നുണ്ട്. പണ്ടൊക്കെ ബാഗിൽ പോകുമ്പം ബാഗിനുള്ളിൽ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉച്ചക്കത്തെയൊക്കെ സമയങ്ങളിൽ ഞങ്ങളൊക്കെ ജാതിക്ക, അതുപോലെ ചാമ്പങ്ങ, അങ്ങനെ പുളിയ്, ഇതൊക്കെ ഉപ്പൊക്കെ ആയിട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഇപ്പം കുട്ടികളുടെ ബാഗിനുള്ളിൽ എന്നതാണ് ഒരുപാട് ഇങ്ങനെ അന്തരം വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല, അവർ ഒരുപാട് ചിന്തിച്ചേക്കുവാണ്, അവർ ഒരുപാട് ബുദ്ധി വികസിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതെന്ത് ബുദ്ധിയാണ്, കുബുദ്ധി എന്ന് പറയാം. ആ പിള്ളേർ ഫോണിൻ്റെ ഉപയോഗം കാരണം ഒരുപാട് സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയേക്കുന്നു. അതുപോലെ തന്നെ ലഹരി, അന്നേരത്തെ ആ സുഖത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല, പിന്നീട് ഇവരുടെ ആയുസ് തന്നെ എത്ര കാലം ജീവിക്കേണ്ടവരാണ് ഇവർ. ആ ആയുസിൻ്റെ നേർപകുതിയാക്കി അവർ സമൂഹത്തിന് വേണ്ടാത്ത നാശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തലമുറയായിട്ടാണ് ഇവർ വളരുന്നത്. ഓരോ ദിവസവും ഇവർ കാണുന്ന വാർത്തകളല്ലേ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ കുഴപ്പങ്ങൾ. പക്ഷെ ഇതൊന്നും അവർ ബോധമാകുന്നില്ല. നമ്മളിപ്പം പറഞ്ഞു കൊടുത്താൽ നമ്മുടെ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കും. അതുകൊണ്ട് പലരും കണ്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. ചിലർ ഇത് കണ്ടു കഴിയുമ്പം വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. കാരണം അവർക്കും മക്കളുണ്ട്. ഇതിപ്പോൾ നമ്മളതിന് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് ചിന്തിക്കുന്ന നല്ല രക്ഷകർത്താക്കളും ആളുകളും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങൾ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ള പേടിയാണ് രക്ഷകർത്താക്കൾക്ക്. അപ്പം വഴക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പം പിള്ളേരെ ആത്മഹത്യ ചെയ്യുവാണ്. ചെറിയ പിള്ളേർ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ വരെ ആത്മഹത്യ ചെയ്യുക. അതൊക്കെ സിനിമ കണ്ടിട്ടൊക്കെ അനുകരിക്കുന്ന രീതിയിലേക്കാണ് ഓരോന്ന് ഷാളൊക്കെ ഇട്ട് തൂങ്ങി മരിക്കുന്നതൊക്കെ അവർ ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ അനുകരിച്ച് ഓരോന്നും ചെയ്യുകയാണ്. പക്ഷെ ഞങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവരറിയുന്നില്ല. ഓരോ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടായിരിക്കും ഓരോ പിള്ളേരെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാനായിട്ടും. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടണ്ടല്ലോ, ഞങ്ങൾക്കത് കാണാൻ വരണ്ടല്ലോ, കൂലിപ്പണിക്ക് തൂമ്പായും വാക്കത്തിയൊക്കെ ആയിട്ട് നടക്കുന്ന കാണണ്ടല്ലോ എന്നോർത്ത് ഇവരെങ്ങനെയും കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും ചിലപ്പം ശരിക്കും കഴിക്കാതെ ആയിരിക്കും അവർ മക്കളെ നല്ലവണ്ണം തീറ്റിപ്പോറ്റി വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. പക്ഷെ ഈ മക്കൾ കാണിക്കുന്നത് തലതിരിഞ്ഞിട്ടുള്ള സ്വഭാവം. പാവപ്പെട്ടവനൊന്നും പണക്കാരനൊന്നും ഇപ്പം വേറെ അന്നൊന്നും വീട്ടിലത്തെയൊന്നും കുട്ടികളെ കണ്ടറിയത്തില്ല. കാരണം എല്ലാ കുട്ടികളും നല്ല അടിപൊളി ഡ്രസ്സായിട്ട് നല്ല ടിപ്പായിട്ടാണ് ഇപ്പം വരുന്നത്. കാരണം ഒരു പിള്ളേരുടെ കയ്യിലും പോലും ഇപ്പം ഫോണില്ലാത്ത കുട്ടികളുണ്ടോ? ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളുടെയും കയ്യിൽ ഫോണുണ്ട്. അത്രയും ഒരു ഫോൺ വേണമെങ്കിൽ തന്നെ മിനിമം ഒരു 10,000 രൂപ കുറഞ്ഞതാകും. അങ്ങനെ വരെയും രക്ഷകർത്താക്കൾ മേടിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണ് ഇവര് ഇതുപോലെ ആയി പോകുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നുമില്ല. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് അവരെ ഒരു ചെറിയ തൂമ്പ എടുത്ത് പണിയിപ്പിക്കേണ്ട സമയത്ത് ആ പ്രായത്തിൽ അത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യണം. ചില രക്ഷകർത്താക്കളുണ്ട്, എൻ്റെ മകന് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, മക്കൾ കഷ്ടപ്പെടണ്ട എന്നൊക്കെ, അവർ പണിയണ്ട, പോയി വല്ലതൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് ഇരുന്ന് പഠിച്ച് സ്കൂളിലൊക്കെ പൊക്കോട്ടെ എന്നും പറഞ്ഞാൽ ശരീരം അനക്കാതിരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. പക്ഷേ നമ്മൾ പണിയുന്നതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് ഈ മക്കളും അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന മക്കൾക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ. അപ്പോൾ ആ മക്കൾ ചിന്തിക്കും, ഇത് എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ, ഇത് കൂടുതൽ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു ദിവസം ഒരു 700 അല്ലെങ്കിൽ 1000 രൂപ കൂലി മേടിക്കുന്നത്. അപ്പോൾ എന്തോരം കഷ്ടപ്പാടുണ്ട്, അങ്ങനെയല്ലേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത് എന്ന് ആ മക്കൾ ചിന്തിക്കും. അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും ഇങ്ങനെ ലഹരിക്ക് അടിമയാകുകയില്ല. ഇപ്പോൾ എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. എൻ്റെ ഭർത്താവിനും റബ്ബർ ഇങ്ങനെ കൂലിപ്പണി, റബ്ബർ വെട്ടായിട്ട് ടാപ്പിങ് പരിപാടിയാണ്, റബ്ബർ പാട്ടം എടുത്തേക്കാണ്. പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും മക്കളെ ഞങ്ങൾ ഓരോ പറ്റുന്ന ഒഴിവ് സമയങ്ങളിൽ, അവർക്ക് പഠിത്തമില്ലാത്ത സമയങ്ങളിൽ
ചെയ്യാൻ സഹായിപ്പിക്കുന്നുണ്ട്. കാരണം അവരെ അങ്ങനെയാണെന്ന് നമ്മൾ അറിയണം, അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയണം. പക്ഷെ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളിലെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ. പക്ഷെ നമ്മളുടെ ഒപ്പം തന്നെ അവരുടെ കഷ്ടപ്പാടുകളും അവരറിയുക തന്നെ ചെയ്യുക തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നമ്മൾ അവരുടെ ബാഗ് പരിശോധിക്കണം. ആഴ്ച ഒരു ദിവസമെങ്കിലും. ഈ പല ഇത് കേൾക്കുമ്പോഴും ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാറുണ്ട്, നമ്മൾ ഒരു കുറച്ച് നേരം അവരുടെ ശരിക്കും നമ്മളത് അവരെ വീക്ഷിക്കുക തന്നെ ചെയ്യണം. അവരുടെ ബാഗിൽ എന്താണ്, നോട്ട്ബുക്കും പെൻസിലും പേനായും അല്ലാതെ അതൊഴിച്ച് വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്തോട്ട്. ഓരോ ബുക്കും ഞാനൊക്കെ ഇടയ്ക്ക് മറിച്ച് നോക്കാറുണ്ട്. കാരണം ആൺപിള്ളേരാണ്, അവരെങ്ങനെയാണ് എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇടയ്ക്ക് നോക്കും. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാർ പറയാറുണ്ട് ബാഗ് പരിശോധിക്കണമെന്ന്. ചില സ്കൂളുകളിൽ ടീച്ചർമാർ ബാഗ് പരിശോധിക്കുമ്പം കണ്ടിട്ട് ഓരോ ഇതുപോലുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. സിഗരറ്റ് പാക്കറ്റൊക്കെ കാണാറുണ്ടെന്ന് ടീച്ചേഴ്സ് പറയാറുണ്ട്. അപ്പം അങ്ങനെ ആ കാര്യങ്ങൾ ഞങ്ങൾ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ടീച്ചർമാർ പറയാറുണ്ട്. അത് നമുക്ക് പറഞ്ഞു തന്ന ഒരു അറിവാണ്. അപ്പോൾ അത് വെച്ച് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നമ്മൾ ആഴ്ച ഒരു ദിവസമോ എങ്കിലും, ഒട്ടും നേരം ഇല്ലാത്തവർ അത്യാവശ്യം ഒരു 2-3 ദിവസം നോക്കുന്നത് നല്ലതായിരിക്കും. എന്നാലും ഒരു ദിവസമെങ്കിലും, അതിന് നേരമില്ലാത്ത ഒരു രക്ഷകർത്താക്കളും കാണുകയില്ല. അങ്ങനെ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവരെന്താണ്, സ്കൂളിൽ ചെന്നിട്ട് പഠിക്കുവാണോ അതോ വേറെ എന്തെങ്കിലും. കാരണം സ്കൂളിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പം ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലായിട്ട് നമ്മൾ അറിയുന്നില്ല ചുറ്റി കറങ്ങുകയാണ്. പല രൂപത്തിൽ, മുട്ടായിയുടെ രൂപത്തിൽ, സിഗരറ്റിൻ്റെ ഇതിൽ. കഴിഞ്ഞ കൊല്ലം ഓണത്തിൻ്റെ സെലിബ്രേഷൻ സ്കൂൾ സമയങ്ങളിൽ നടക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. മല്ലപ്പള്ളിയിൽ ഒരു 2-3 പെൺകുട്ടികൾ ചേർന്ന് സിഗരറ്റ് ആഞ്ഞ് സ്റ്റാൻഡിൽ നിന്ന് വലിക്കുന്ന ഒരു വീഡിയോ. അത് ഒരു ഏതോ പയ്യന് ബസ്സിലിരുന്നോണ്ട് അത് ഷൂട്ട് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സിഗരറ്റിൻ്റെ ഒക്കെ രൂപത്തിലാണ് വരുന്നത്. പെൺകുട്ടിയിൽ നിന്നൊന്നും ഇല്ല. ഇപ്പോൾ ആണും പെണ്ണും എല്ലാം ഒരുപോലെയാണ്. ഇതിനെല്ലാം അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വേണം. അതിനു വേണ്ടിയിട്ട് എങ്ങനെയും കട്ടോ മോഷ്ടിച്ചോ കൊന്നിട്ടാണേലും വേണ്ടില്ല, അവർ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ വിഷയം ഇത് ഭയങ്കര ഒരു വിഷമകരമാണ്. കാരണം ഈ 8-9 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള ഇതിലേക്ക് പോകുന്നെന്ന് പറയുന്നത് അവർക്ക് ബോധം ഇല്ലാഞ്ഞിട്ടോ തിരിച്ചറിവില്ലാത്ത പ്രായങ്ങളോ ഒന്നുമല്ല. 1-2 പഠിക്കുന്ന പിള്ളേരല്ല, 14-15 വയസ്സുള്ള പിള്ളേരാണ്. ഇവരുടെ ബാഗിൽ നിന്ന് കിട്ടുന്നത് കോണ്ടം പാക്കറ്റുകൾ. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. എന്തായാലും ഇത് വേണ്ടുന്ന അധികാരപ്പെട്ട അധികാരികൾ ഇത് ശരിക്കും അന്വേഷിക്കണം. കാരണം ഒരു പാക്കറ്റല്ല ഇവൻ്റെ കയ്യിലുള്ളത്, ഒരുപാട്, ഒരു വർഷത്തെ, ഇത് വീഡിയോയിലെല്ലാം പറയുന്നത് 1 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള, ഒരാൾക്ക് ഉപയോഗിക്കാവുന്നതിലധികം പാക്കറ്റുകളും ലഹരിയാണ്. അന്നേരം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് എന്തായാലും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് എന്തൊക്കെയോ ഈ പയ്യനെ കേന്ദ്രീകരിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ആർക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ കുട്ടികളുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല അവൻ്റെ കയ്യിലിരിക്കുന്നത്, അതിൽ കൂടിയത്. അപ്പോൾ ഇതെന്തായാലും ഇത് ഇങ്ങനെ വെളിച്ചത്താകേണ്ടത് തന്നെയാണ്. ഇത് അന്വേഷിക്കണം. കാരണം ഇനിയും കുഞ്ഞുങ്ങൾ ഇതുപോലെ വഴിതെറ്റാൻ പാടില്ല. കൊച്ചി പോലുള്ള മെട്രോ നഗരത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നമ്മൾ വിശ്വസിച്ച് ഇതിലാണ് വിടുന്നത്? ഈ പെൺകുട്ടികൾക്കൊന്നും ഇങ്ങനെ ബോധമില്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നത്, അതും കൂട്ടുകൂടിയാണ് ഇവർ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തികൾ. മറ്റുള്ളവരെയും കൂടെ നല്ലൊരു കൂട്ടുകാരി അല്ലെ കൂട്ടുകാരനാണെങ്കിൽ അവരെയും കൂടെ ഇതിലേക്ക് കെണിയിലേക്ക് പെടുത്തുകയാണ്. അതിൽ ഒരാൾ നല്ല സ്വഭാവമുള്ളതായിരിക്കും, പക്ഷേ ബാക്കി 2 ചിലപ്പം വലിച്ചിതിലേക്ക് ഇടുക. അപ്പോൾ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തുള്ള ഓരോ ക്ലാസ്സുകൾ, കൗൺസിലിങ് സ്കൂളുകളിൽ ഉറപ്പായിട്ടും നടത്തുകയും ചെയ്യണം. അതുപോലെ ഇതെന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യണം. നമ്മളിത് കാണുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമസ്കാരം.